പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ നാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വെറുതെ വീരവാദവും നടത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മനസ്സിലുള്ള ഡൊണാൾഡ് ട്രംപ് അതിനിടയിൽ ഇറാനെ ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇറാൻ വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. ലോകരാജ്യങ്ങളുടെ സുപ്രധാന കപ്പൽ പാതയായ ഹോർമോസ് ഇന്നലെ തുറന്നുകൊടുത്തതാണ് ഇറാൻ. അതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ട്രംപിന് ഒരു മുന്നറിയിപ്പും ഇറാൻ നൽകി. കടലിടുക്കിൽ തങ്ങൾ നിയന്ത്രണം തുടരുമെന്നും കരാർ ലംഘിച്ച് തുറമുഖങ്ങൾക്ക് നേരെ US ഉപരോധം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കടലിടുക്ക് തുറക്കുന്നത് നിബന്ധനകൾക്ക് വിധേയമാണെന്നും കടലിടുക്ക് തുറന്നു കൊടുക്കുന്നത് ലബനിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടാണെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വെടിനിർത്തലിനായി എല്ലാ വിഷയങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഒരുക്കമാണെന്നും ഇനിയൊരിക്കലും ഹോർമുസ് അടക്കില്ലെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചതാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല സംഭവം. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് വന്നത്. ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് നേരെ US ഉപരോധം തുടരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ലംഘനമാണെന്നും ഹോർമൂസിലെ സാഹചര്യങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇറാൻ വക്താവ് ഇസ്മായിൽ ബഗായി പറയുകയും ചെയ്തു. കരാർ ലംഘിക്കുന്ന പക്ഷം അനിവാര്യമായ നടപടികൾ തങ്ങൾ സ്വീകരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഫാർസ് ന്യൂസ് ഏജൻസിയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മണിക്കൂറിൽ പറഞ്ഞ 7 കാര്യങ്ങളും വെറും പച്ച കള്ളങ്ങളാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗീർ ഗാലിഫാവ് പറയുകയും ചെയ്തു. 7 കാര്യങ്ങൾ ഏതെല്ലാമെന്ന് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയകളിലല്ലെന്നും ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ വഴങ്ങുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമുസ് ഇറാൻ തുറന്നതിന് പിന്നാലെ വീണ്ടും സജീവമായിരിക്കുകയാണ് കപ്പൽപാത. മണിക്കൂറുകൾക്കുള്ളിൽ 20-ലേറെ കപ്പലുകൾ കടന്നുപോയതായാണ് വിവരം. ഇറാൻ നാവികസേനയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കപ്പലുകൾ ഹോർമൂസ് കടക്കുന്നത്. ഇസ്രായേലും US ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചത്. ഇറാൻ അമേരിക്ക 2ാം വട്ട ചർച്ച മിക്കവാറും ഇസ്ലാമാബാദിൽ 2 ദിവസത്തിനുള്ളിൽ നടക്കാനാണ് സാധ്യത. അമേരിക്ക എത്ര വീരവാദം മുഴക്കിയാലും ഹോർമൂസ് കടലിടുക്ക് തങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്നും വെറുതെ പ്രകോപിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏതായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ തീർത്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തൊന്നും ഇപ്പോഴില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.